ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങിയ കേസിൽ ഗുരുതര വെളിപ്പെടുത്തലുകളുമായി പരാതിക്കാരനായ വ്യവസായി അനീഷ് ബാബു. പണത്തിന് വേണ്ടി മാത്രമാണ് തനിക്ക് ഇഡി നോട്ടീസ് അയച്ചതെന്ന് അനീഷ് ആരോപിച്ചു. ഏജന്റുമാർ സമീപിച്ചതിന് പിന്നാലെ ഫോണിലേക്ക് വിളിച്ചത് കൊച്ചിയിലെ ഇഡി ഉദ്യോഗസ്ഥരാണ്. ഇഡി അഡീഷണൽ ഡയറക്ടർ രാധാകൃഷ്ണന്റെ മുറിയിൽ വെച്ച് കടുത്ത മാനസിക പീഡനമാണ് നേരിടേണ്ടി വന്നതെന്നും പരാതിക്കാരൻ പറഞ്ഞു. പണം പിടുങ്ങാൻ നോട്ടീസ് അയക്കുന്ന തന്ത്രമാണ് ഇഡിയുടേതെന്ന് പരാതിക്കാരൻ തുറന്നടിച്ചു. പണം തന്ന ശേഷം ഇഡി ഉദ്യോഗസ്ഥനായ ശേഖരനെ പോയി കാണാനാണ് ഏജന്റുമാർ പറഞ്ഞത്. ട്രാപ്പ് നടക്കുന്ന ആ സമയത്ത് ഇവൻ എന്നോട് പറയുന്നതെന്ന് പറഞ്ഞാൽ പേയ്മെന്റ് കൊടുത്ത് 2 ലക്ഷം രൂപ അവൻ്റെ കൈ കൊടുത്ത് പോയി സ്റ്റേറ്റ്മെന്റ് കൊടുത്ത് അപ്പം 4:30 വൈകിട്ടായി. 5 മണിയാകുമ്പോഴത്തേന് നേരെ പോയി ശേഖരനെ പോയി കണ്ടോളാനാണ് പറഞ്ഞത്. എവിടെ വെച്ച് കാണാനാണ്? ഇഡി ഓഫീസിനകത്ത് ഒഫീഷ്യലി പോയി കാണാനാണ് പറഞ്ഞത്. ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല, ലോക കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. 75% ഇവർ ചോദിക്കുന്നത് വീട്ടിലെ കാര്യങ്ങളും പേഴ്സണൽ കാര്യങ്ങളും ബാക്കി കാര്യങ്ങളുമാണ്. ഇവർ ഈ കാര്യം ചോദിക്കുന്ന ഏതെങ്കിലും ഒരു ഹൈ സീസെയിൽ കോൺട്രാക്ട് ഏതെങ്കിലും ചോദിക്കുന്ന 1-2 ട്രാൻസാക്ഷനേ ചോദിക്കുന്നുള്ളൂ. ഇവർക്ക് ഒരു ദിവസം കൊണ്ട് ഇത് കംപ്ലീറ്റ് ചോദിച്ച് തീർക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇവർ പർപ്പസ്ഫുള്ളി അത് ചെയ്യുന്നില്ല. ഇവർ ബാക്കി കഥയും പറഞ്ഞ് നിനക്ക് അവിടെ എന്തുവായിരുന്നു, ഇവിടെ എന്തുവായിരുന്നു, മറ്റേ എന്തുവായിരുന്നു, ഇവിടുത്തെ ഏത് ബിവറേജാണ് ഇവിടെ ക്യൂ നിൽക്കാതെ കിട്ടുന്ന ബിവറേജ് ഏതാണെന്ന് വരെ എന്നോട് ചോദിച്ചു. ഇഡിയുടെ ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഏജന്റുമാർക്ക് കൃത്യമായി ലഭിക്കുന്നുണ്ടെന്നാണ് അനീഷ് പറയുന്നത്. ഇപ്പോൾ ഈ ഉണ്ടായ ഇൻസിഡന്റ് ഇല്ലേ, അത് കൃത്യമായിട്ട് ഇവ എന്നോട് കറക്റ്റായിട്ട് പിക്ചറൈസ് ചെയ്തു. ഇന്നത് നടന്നില്ലയോ എന്ന്. കാരണം ഇത് ഒന്നുകിൽ അതിൻ്റെ അകത്തുണ്ടായിരുന്ന ഈ രാധാകൃഷ്ണനോ ശേഖർ ഇവരാരെങ്കിലും ഒരാൾ പറഞ്ഞിട്ടല്ലാതെ ഇവരിത് അറിയില്ല. ശേഖർ കുമാർ എന്ന ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകേണ്ട തന്നെ ഇഡി ഓഫീസിലെ ഒരാൾ വന്ന് കൂട്ടിക്കൊണ്ടുപോയത് അഡീഷണൽ ഡയറക്ടറായ രാധാകൃഷ്ണൻ എന്ന ഉദ്യോഗസ്ഥനടുത്തേക്കാണ്. ഇദ്ദേഹത്തിൽ നിന്ന് ദുരനുഭവം ഉണ്ടായി, മാനസികമായി തളർന്നു. ഈ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ പേരെനിക്ക് കൃത്യമാണോ എന്ന് ഇപ്പോഴും അറിയില്ല. മലയാളിയായിരുന്നു. അന്ന് ഒരു വട്ടം ഞാൻ പുള്ളിയെ കണ്ടിട്ടുള്ളൂ. പുള്ളിയുടെ ഏറ്റവും ടോപ്പിലാണ് പുള്ളിയുടെ ക്യാബിൻ. സ്റ്റേറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മലയാളി പയ്യൻ തട്ടിയിട്ട് പറഞ്ഞപ്പോൾ നമുക്ക് മേലോട്ട് വന്ന് പറഞ്ഞു. എന്നിട്ട് ക്യാബിനിലോട്ട് ഇങ്ങനെ കയറി. പുള്ളി മലയാളിയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ പുള്ളിയെ അടുത്ത് ഞാനിങ്ങനെ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറഞ്ഞു, എനിക്കിങ്ങനെ സംഭവിച്ചു പോയതാണ്. 8 വർഷം മുമ്പ് ഇതുപോലെ എൻ്റെ കമ്പനി ഇവരായി പോയതാണ്. എന്നെ ഇവനോട് വളരെ പ്ലീസ് ചെയ്ത് സംസാരിച്ചപ്പോൾ ഇവൻ ചാടി കസേരയിൽ നിന്ന് എഴുന്നേറ്റിട്ട് എന്നെ കൂട്ടി ഒരു ചീത്തയും വിളിച്ചിട്ട് ഇരിയട തറ ഇരിയടാന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴത്തേക്ക് പേടിച്ചു പോയി. അപ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു എല്ലാ ഇമോഷണൽ ഇതെല്ലാം അങ്ങ് ഞാൻ അപ്പോഴേക്കും കരഞ്ഞു പോയി. ഞാൻ തറയിലങ്ങ് ഇരുന്നു. തന്റെ കൈവശമില്ലാത്ത രേഖ ചോദിച്ചാണ് നോട്ടീസ് അയച്ചത്. ഇഡിക്ക് ഇത് എംബസി മുഖാന്തരം നേരിട്ട് ശേഖരിക്കാവുന്നതേ ഉള്ളൂവെന്നും അനീഷ് പറയുന്നു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.